കൂട്ടുകാരെ നമസ്കാരം. നമ്മൾ ഇന്നൊരു ഡിസേർട്ട് ഉണ്ടാക്കാൻ പോവുകയാണ്. ഫ്രൂട്ട്സ് കസ്റ്റാർഡ് ഡിസേർട്ടാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമുക്ക് ഫ്രൂട്ട്സ് എടുക്കാം. വീട്ടിലുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാം. ഇത് ഡേറ്റ് പ്ലം ആണ്, റോ ആയിട്ടുള്ളത്. ഇത് നമ്മുടെ ഗോവ ഫ്രൂട്ടാണ്. ഇത് അനാറാണ്. ഇത് ഓറഞ്ചാണ്. ബനാന, ആപ്പിളോ ഏത് വേണമെങ്കിലും എടുക്കാം. നമുക്ക് 6 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്ത് വെക്കാം. 8 ടേബിൾ സ്പൂണ് ഷുഗർ എടുത്ത് വെക്കാം. 500 ml പാലിൽ ചെയ്യുന്നതിൻ്റെ മെഷർമെൻ്റാണ് പറയുന്നത്. 250 ml കപ്പിൽ 2 കപ്പ് പാലെടുക്കുക. രണ്ട് കപ്പ് പാലിന് 6 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ, 8 ടേബിൾ സ്പൂൺ ഷുഗർ, അതാണ് അളവ്. ഇനി നമുക്ക് ഈ പഞ്ചസാരയും കസ്റ്റാർഡ് പൗഡറും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതൊന്ന് കട്ടയില്ലാണ്ട് അലിയിച്ചെടുക്കാം. ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ ഭയങ്കര ഇഷ്ടത്തോടെ കഴിച്ചോളും. ഒട്ടും കട്ടയില്ലാണ്ട് അലിയിച്ചെടുക്കണം. നമുക്കൊരു 4 ഏലക്ക പൊടിച്ചതുകൂടി വേണം ലാസ്റ്റ് ഫ്ലേവറിന് വേണ്ടി ചേർക്കാൻ. അതില്ലെങ്കിൽ പൈനാപ്പിൾ എസൻസ് ഒരു 6 ഡ്രോപ്സ് ഒഴിക്കാം. ഇനി നമുക്ക് ഈ പാല് അടുപ്പയിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കാം. നമ്മുടെ പാല് തിളയ്ക്കാൻ തുടങ്ങി. അതിന് തീ സിമ്മിലോട്ട് വെക്കാം. അതിനുശേഷം നമ്മുടെ കസ്റ്റാർഡ് പൗഡർ, ഷുഗർ, മിൽക്ക് മിക്സ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കത് ചെറിയ തീയിൽ വെച്ചിട്ട് കുറുക്കി എടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇടല്, കട്ട കെട്ടിപ്പോവും. നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കട്ടയായി പോവും. നിങ്ങൾ 250 ml പാലിലാണ് ചെയ്യുന്നതെങ്കിൽ 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ, 4 ടേബിൾ സ്പൂൺ ഷുഗർ, 3 ഡ്രോപ്സ് പൈനാപ്പിൾ എസൻസ്, അതാണ് കണക്ക്. നമ്മുടെ മിക്സൊക്കെ നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടി കുറച്ച് നേരം വെക്കാം. തണുത്ത ശേഷം നമുക്കിത് സെറ്റ് ചെയ്യണം. നമ്മുടെ കസ്റ്റാർഡ് മിക്സ് റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലോട്ട് നമ്മുടെ കസ്റ്റാർഡ് പൗഡറിനെ മാറ്റാം. അതിന് മുമ്പ് നമുക്ക് ഇതിലോട്ട് ഒരു 6 ഡ്രോപ്സ് പൈനാപ്പിൾ എസൻസ് ഒഴിച്ചു കൊടുക്കാം.
നമ്മുടെ കസ്റ്റാർഡ് മിൽക്ക് മിക്സ് ഈ കൺസിസ്റ്റൻസിയിൽ കിട്ടണം. പൈനാപ്പിൾ എസൻസ് ഒഴിക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ്. ഇനി നമുക്ക് ഈ ട്രേയിലോട്ട് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. അനാറിന് കളർ കുറവാണ്. നമുക്കിത് ഈ ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു ചെറിയ ട്രേയിലും കൂടെ നിറയ്ക്കുന്നുണ്ട്. ഒരു ലെയർ ഫ്രൂട്ട്സ് ഇടുക, അതിനുശേഷം കസ്റ്റാർഡ് മിക്സ് ഇടുക, അതിനുശേഷം വീണ്ടും ഫ്രൂട്ട്സ് ഇടുക, അതിൻ്റെ മുകളിൽ കസ്റ്റാർഡ് മിക്സ് ഒഴിക്കുക. നമുക്കിത് അടച്ച് വെക്കാം. ഇതൊരു 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ച ശേഷം ഉപയോഗിക്കാം. നമുക്കിത് ബാക്കിയുള്ള ഫ്രൂട്ട്സ് വെച്ച് ഡെക്കറേഷൻ ചെയ്യാം. ഇതാണ് നമ്മുടെ ഡെസേർട്ടിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഇതുപോലെ എല്ലാവരും കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കുക. ഷുഗർ അധികം കഴിക്കാത്തവർ ഇടുന്ന പഞ്ചസാരയുടെ അളവ് 4 ടീസ്പൂൺ എന്നുള്ളത് 2 ടീസ്പൂണാക്കി കുറച്ചാൽ മതി. താങ്ക് യു.